ഇന്ത്യയിലെയും ലോകത്തിലെയും പിന്തിരിപ്പന്മാർ ഒന്നിച്ച് എതിർക്കാൻ ശ്രമിക്കുന്ന മുന്നണിയാണ് LDF. പക്ഷെ അവിടെ ഒന്നും പതരാതെ നാം മുന്നോട്ട് പോയി. 10 കൊല്ലക്കാലം നാം പൂർത്തിയാക്കുന്നു. ഈ 10 കൊല്ലം വെറും 10 കൊല്ലമല്ല. ഈ 10 കൊല്ലം എല്ലാ രംഗത്തും നാം നേടിയ നേട്ടത്തിൻ്റെ വലിയ ചിത്രം വരച്ച് വെച്ച് 10 കൊല്ലമാണ്. ഓരോന്നും എണ്ണിപ്പറയേണ്ടതില്ല. വികസനം നമ്മുടെ വാഗ്ദാനമാണ്. അവരും പറയും വികസനമെന്ന്, BJPയും പറയും വികസനം, കോൺഗ്രസും പറയും വികസനം. എല്ലാവരും പറഞ്ഞാൽ അതുകൊണ്ട് വികസനമാവുകയില്ല. ശരിക്കും എന്താണ് വികസനം? വികസനത്തിൻ്റെ അർത്ഥം എന്താണ്? ജനങ്ങളിലെ ഭൂരിപക്ഷം പേർക്കും ഇന്നലെ ജീവിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതം ഇന്ന് യാഥാർത്ഥ്യമാക്കിയാൽ നാം പറയും അതാണ് വികസനം. ആ വികസനം LDF യാഥാർത്ഥ്യമാക്കി. എല്ലാ വീടുകളിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ആ വികസനമുണ്ടായി. അവിടെയെല്ലാം ജീവിതം പുരോഗമിച്ചു, ജീവിതം വളർന്നു. ഇന്നലെ ജീവിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിതം ഓരോ വീട്ടിലുമുണ്ടായി. അതാണ് LDFൻ്റെ വികസന മാർഗം. നമുക്ക് വലുത് ജനങ്ങളാണ്. ലോകത്തെവിടെയും സഹാക്കളെ ഈ സംവാദമുണ്ടായിരുന്നു, ഈ പറയുന്ന വികസന സംവാദം. ആ സംവാദത്തിൽ മോദിമാരും ട്രംപുമാരും നെതന്യാഹുമാരുമെല്ലാം പ്രതിനിധീകരിക്കുന്ന വലതുപക്ഷം പറയുന്നത് വികസനമെന്നാൽ കമ്പോളമെന്നാണ്, ലാഭമെന്നാണ്, പണമെന്നാണ്. വലിയവർക്ക് വീണ്ടും വീണ്ടും പണം കുന്നു കുട്ടിയാൽ അവർ പറയും വികസനമായി എന്ന് പറയും. അക്കപ്പെരുപ്പം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആകാശം മുട്ടെ ലാഭം പെരുകിയാൽ അവർ പറയുന്നു GDP നോക്കൂ എന്ന് പറയുന്നു. അവർ GDP അക്കത്തിൻ്റെ കണക്കാണ്. എവിടെയാണ് ജീവിതം? എവിടെയാണ് മനുഷ്യൻ? അവൻ്റെ വിശപ്പ്, ദാരിദ്ര്യം, തൊഴിൽ, വിദ്യാഭ്യാസം, കൃഷി, വ്യവസായം. എന്താണ് ആ കാര്യമില്ലാത്തതവർ? അവർക്കതൊന്നും ബാധകമല്ല. പക്ഷേ LDFന്, ഇടതുപക്ഷത്തിന് അതാണ് മുഖ്യമായ കാര്യം. അവിടെ നാം ഊന്നിപ്പറഞ്ഞു വികസനത്തിൻ്റെ കേന്ദ്ര പ്രശ്നം ജനങ്ങളാണ്, പാവങ്ങളാണ്, ഇടത്തരക്കാരാണ്, സാധാരണക്കാരാണ്. അതാണ് മൂല്യമായ പ്രശ്നം. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അവർക്ക് അത് ബാധകമേയല്ല. കോൺഗ്രസിനും BJPക്കും സിയോണിസ്റ്റുകൾക്കും സാമാജ്യത്വ കൊള്ളക്കാർക്കും അത് പ്രശ്നമല്ല. അവർക്ക് എങ്ങനെ നോക്കിയാലും വേണ്ടില്ല, ലാഭം മാത്രം മതിയാകും. അവർ പറഞ്ഞു പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞു, നാം പറഞ്ഞു പീപ്പിൾ എന്ന് പറഞ്ഞു. പീപ്പിൾ ഓർ പ്രോഫിറ്റ്സ് സംവാദം അതായിരുന്നു ലോകത്തെവിടെയും എന്നും. ആ സംവാദത്തിൽ ഇടതുപക്ഷം പറഞ്ഞു ലാഭമല്ല വലുത്, മനുഷ്യനാണ് വലുത്, ആ ജീവിതമാണ് വലുത്. ആ വഴിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് നാം തെളിയിച്ചു ഈ 10 കൊല്ലക്കാലത്ത്. 57 ആരംഭിച്ച യാത്രയാണിത് കേരളത്തിൽ. ഇടതുപക്ഷം അധികാരം കൈയാളിയാൽ നാം പറഞ്ഞു മുഖ്യം ജനങ്ങളായിരിക്കും, മുഖ്യം ജനങ്ങളായിരിക്കും, ബാക്കിയെല്ലാം പിന്നീടാണ്. അത് നാം തെളിയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ നായകന്മാർ ഭരണം നയിച്ചപ്പോഴെല്ലാം ആ മാറ്റം കണ്ടു കേരളം. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ 1ാം സ്ഥാനമുണ്ടായത്. ജന്മത്വമില്ലാത്ത സംസ്ഥാനമാണ് കേരളം. ഇവിടെ പുരോഗതി ഉണ്ടാക്കിയിട്ട് എല്ലാ രംഗത്തും. ഇവിടെ വിദ്യാഭ്യാസം സാർവത്രികമാണ്, ആരോഗ്യ മേഖല ഏറ്റവും സമ്പുഷ്ടമാണ്. ഇവിടെ അവിടെ എല്ലാം 1ാം സ്ഥാനമാണ്. നീതി ആയോഗ് ഇല്ലേ അവരുടെ നീതി ആയോഗ്, എല്ലാ കണക്കിലും നീതി ആയോഗ് പറയുന്നു എല്ലാ സൂചികകളിലും 1ാം സ്ഥാനത്ത് ഈ കേരളത്തെ കാണാമെന്ന് പറയുന്നു. ഇഷ്ടമല്ല പറയാൻ, പക്ഷേ പറഞ്ഞേ തീരൂ. ആ മാറ്റമുണ്ടാക്കി നമ്മൾ. ആ യാത്ര അവസാനിപ്പിക്കാൻ പറ്റില്ല. നാം വഴി കാണിച്ചു കൊടുത്തു ലോകത്തിന്. ഇവിടെ ഇപ്പോൾ എക്സ്ട്രീം പോവർട്ടി അഥവാ അതിദാരിദ്ര്യം ഇല്ല. നാം നിർത്തിയത്, അവസാനിപ്പിച്ചു. പക്ഷേ നമുക്ക് മതിയാകുന്നില്ല. LDF പറയുന്നു നമ്മുടെ ലക്ഷ്യം ദരിദ്രമേ ഇല്ലാതാക്കലാണ്. നാം അതിനു വേണ്ടി കാണിച്ചു നിൽക്കുന്നത് 3ാം ഊഴം വേണമെന്ന്. 3ാം ഊഴത്തിൽ നാം നേടും ആ കാര്യം. ദരിദ്രം കൊണ്ട് കരയുന്നവർ, വിശപ്പനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, സ്കൂളിൽ പോകാനാകാത്തവർ ആരും ഉണ്ടാകില്ല. ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടി LDF വികസനത്തിൻ്റെ 3ാം ഊഴം ചോദിക്കുന്നു. ആ ജനങ്ങൾ തരുമെന്ന് നമുക്കുറപ്പുണ്ട്.
വേറെ എവിടെയും ഇതില്ല. കോൺഗ്രസും BJPയും എല്ലാം ഭരിക്കുന്നില്ലേ, അവിടെയെല്ലാം ഇത്തരം കാര്യം ചിന്തിക്കാൻ പോലും ആകില്ല അവർക്കാർക്കും. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം അക്ഷര വ്യത്യാസമല്ല, എല്ലും യുവും മാത്രമല്ല, വ്യത്യാസം മൗലികമാണ്. അതുകൊണ്ട് LDF അറിയാം ഈ സമരത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. അതുകൊണ്ട് നമുക്ക് രണ്ട് മാർഗമില്ല, ഒറ്റ മാർഗമേ ഉള്ളൂ. ആ മാർഗം വിജയത്തിൻ്റെ മാർഗമാണ്. നമുക്ക് വിജയിച്ചേ തീരൂ.